Welcome to Arcade Stories. താളം ഭാഗം 25. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? അതിന് അവനും ആ പെണ്ണും തമ്മിൽ അടുപ്പത്തിലായിരുന്നോ? പ്രദീപിന്റെ ചോദ്യം കേട്ട് പ്രജിത്ത് തല താഴ്ത്തി. കാര്യം മനസ്സിലാക്കി അവൻ കാശിയപ്പനെ നോക്കി. പിള്ളേര് തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നൊക്കെയാ നാട്ടുകാർ പറയുന്നേ. ആരുമില്ലാത്തപ്പോ അവനിടയ്ക്കൊക്കെ ആ വീട്ടിൽ വന്നുപോക്ക് പതിവുണ്ടത്രേ. ഇന്നിപ്പോ ശ്രീധരേട്ടനും വീട്ടുകാരും എല്ലാം അമ്പലപ്പറമ്പിലായിരുന്നില്ലേ? ചെക്കൻ ആ തക്കത്തിന് കയറിയതാവും. ഭാസ്കരൻ പറഞ്ഞത് തൊലിയുരിയുന്നത് പോലെയാണ് സേതു നിന്ന് കേട്ടത്. വാടാ. സേതു ബൈക്കിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയതും അവന് പിന്നാലെ പ്രവീണും കാശിയപ്പനും നീങ്ങി. ശ്രീമോളോട് അമ്മയും അച്ഛനും നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് പ്രദീപും അവർക്ക് പിന്നാലെ എത്താൻ ശ്രമിക്കുമ്പോൾ പ്രജിത്ത് വൃശ്ചികയെയും റോസിനെയും യാമിയെയും വിളിക്കാൻ സ്റ്റേജിന് പിന്നിലേക്ക് ഓടി. ശ്രീധരൻ ചേട്ടന്റെ വീട്ടിലേക്ക് അവർ എത്തുമ്പോൾ മുറ്റത്തും മതിലിന് വെളിയിലുമായിട്ട് നാട്ടുകാർ കുറെ പേർ കൂടിയിട്ടുണ്ടായിരുന്നു. നക്ഷത്രയുടെ അമ്മ സുശീല കരഞ്ഞുകൊണ്ട് പടിയിലിരിക്കുന്നുണ്ട്. അയൽപക്കത്തുള്ള കുറച്ച് സ്ത്രീകളും അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ചുറ്റിനും നിൽപ്പുണ്ട്. ഇടയ്ക്ക് മുഖം തുടച്ച് എങ്ങോട്ടെന്നില്ലാതെ നോക്കിക്കൊണ്ട് അരമതലിൽ ചാരി നിൽക്കുന്ന ശ്രീധരൻ ചേട്ടന്റെ മുഖത്തെ ഭാവം എന്തെന്ന് സേതുവിന് മനസ്സിലായില്ല. നക്ഷത്രയുടെ ഏട്ടൻ നവീനെ അവന്റെ 2-3 കൂട്ടുകാർ ചേർന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അവരുടെ പിടി വിടിവിച്ച് വാതിലിന് നേർക്ക് കുതിക്കാൻ അവൻ ശ്രമിക്കുന്നുമുണ്ട്. ആ വാതിലിന് വട്ടം നിൽക്കുന്നു പണിക്കശ്ശേരിയിലെ ആശ്രിതനായ രാമചന്ദ്രനും മകൻ അരുണും. കൂട്ടത്തിൽ കുറച്ച് പേരുമുണ്ട്. ആഹാ, ഭാര്യയടുത്ത സേതു എത്തിയല്ലോ. വാ വാ, ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. രാമചന്ദ്രന്റെ മുഖത്തെ പരിഹാസം തിരിച്ചറിഞ്ഞ പ്രദീപും കാശിയപ്പൂപ്പനും വീടിന്റെ പടികൾ കയറി. കാശിയപ്പൂപ്പൻ തന്റെ കാവ്യമുണ്ടും മടക്കി കുത്തി. വന്നല്ലോ, ഇനി നിങ്ങൾ വാതിൽ തുറക്ക്. ഇനിയും കുറച്ചു പേരും കൂടി വരാറുണ്ട്. SIയും പോലീസുകാരും ഇപ്പൊ എത്തും. അവരും കൂടെ വന്നിട്ട് തുറക്കാം. ഭാര്യയടുത്ത ചെറുക്കന് ഇനി വല്ലത് മോഷ്ടിക്കാൻ കയറിയതാണെങ്കിലോ? രാമചന്ദ്രൻ അവരെ നോക്കി മീശ പിരിച്ചു. SI ജോൺ പതിവില്ലാതെ അമ്പലപ്പറമ്പിൽ എത്തിയത് എന്തിനെന്നു മനസ്സിലായതുപോലെ കാശിയപ്പൂപ്പൻ സേതുവിനെ നോക്കി. അതോടെ മുന്നിലേക്ക് കയറിയ അവൻ വാതിലിൽ വട്ടം നിൽക്കുന്നവരെയും രാമചന്ദ്രനെയും മകനെയും ഒക്കെ വലിച്ചു മാറ്റി. എതിർക്കാൻ പോയവരെ പ്രദീപും പ്രവീണും കാശിയപ്പൂപ്പനും ചേർന്ന് തള്ളി മാറ്റിയപ്പോ ഭാസ്കരനും ആൻഡോയും അവർക്കൊപ്പം കൂടി. അതോടെ വാതിലിന് വട്ടം നിന്ന രാമചന്ദ്രന്റെ ആൾക്കാർ ഒന്നടങ്ങി. രാമേട്ടാ. സേതു രാമചന്ദ്രന് നേരെ കൈ ചൂണ്ടി. നിങ്ങളിത് ആര് പറഞ്ഞിട്ടാ ഈ കളി കളിച്ചതെന്ന് മനസ്സിലായി. പക്ഷെ റിജു പറഞ്ഞത് കേട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ഈ സേതു ആരാണെന്ന് കൂടി ഓർക്കണമായിരുന്നു. അറിയാലോ രാമേട്ടൻ എന്നെ. ചെറുപ്പമായിരുന്നപ്പോ മാത്താളിയിലെ ശ്രീദേവിയുടെ പേരും പറഞ്ഞ് റിജുവുമായി അടിയുണ്ടാക്കിയ രമേശനെ തല്ലിയതിനു പകരം കരിങ്കലിനെറിഞ്ഞ് തന്റെ നെറ്റ് പൊട്ടിച്ചവൻ ഇന്ന് വളർന്നു നിന്ന് വിരൽ ചൂണ്ടിയപ്പോ രാമചന്ദ്രനൊന്ന് പതറി. അയാളുടെ കൈവിരലുകൾ നെറ്റിയിലെ മുറിപ്പാടിലിഴഞ്ഞു. മുന്നോട്ട് കയറി സേതുവിനോട് കോർക്കാൻ പോയ മകനെ അയാൾ വലിച്ചു മാറ്റി. പുറത്തുനിന്നും ഓടാമ്പലിട്ട് പൂട്ടാൻ പറ്റിയ വിധമുള്ള വാതിലായിരുന്നു ആ വീടിനുള്ളത്. അതാരോ താഴ്ത്ത് പൂട്ടിയിട്ടുമുണ്ട്. പ്രദീപേ, അവന്റെ കയ്യിൽ നിന്നും ആ താക്കോലിങ് വാങ്ങിക്കോ. സേതു പറഞ്ഞത് കേട്ട് പ്രദീപ് ചോദിക്കും മുന്നേ തന്നെ പ്രവീൺ കാലുയർത്തി രാമചന്ദ്രനെ തൊഴിച്ചിട്ടു. താഴേക്ക് വീണ അയാളുടെ നേരെ അവൻ കൈ നീട്ടി. വേദന കൊണ്ട് ചുളുങ്ങിയ മുഖത്തോടെ രാമചന്ദ്രൻ മടിക്കുത്തിൽ നിന്നും താക്കോലെടുത്ത് നീട്ടി. പ്രവീണിനെ നോക്കി എന്തു ആടയെന്നൊരു ആംഗ്യത്തോടെ അവന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങിയ സേതു വാതിൽ തുറന്നു. വാതിലിന് പിന്നിൽ തല കുനിച്ചു നിന്നിരുന്ന അർജുനെ പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കിയ സേതു ആദ്യം തന്നെ അവന്റെ കരണ തൂക്കോടെ ഒന്ന് കൊടുത്തു. വീഴാൻ പോയ അവനെ കാശിയപ്പൂപ്പൻ താങ്ങി. അവന് പിന്നിൽ മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് നക്ഷത്ര നിൽപ്പുണ്ട്. നശിച്ചവളെ, വീടിന്റെ മാന കളഞ്ഞല്ലോടി. സുശീല ചേച്ചി പടികളിൽ നിന്നും എഴുന്നേറ്റ് പാഞ്ഞു ചെന്ന് അവളുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചു. കൂട്ടത്തിൽ നിന്നിരുന്ന സ്ത്രീകൾ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടുകാരുടെ പിടി വിടിവിച്ച നവീൻ അർജുനു നേരെ പാഞ്ഞു ചെന്നു. സേതു അവനെ തടയാൻ ശ്രമിക്കാതെ മാറി നിന്നപ്പോ പ്രദീപ് മുന്നോട്ട് കയറി നവീനെ വട്ടം പിടിച്ചു നിർത്തി. വീട് പ്രദീപേട്ട, ഒരു ചങ്കായി കഴിഞ്ഞിരുന്നവരാ, എന്നിട്ട് അവൻ ചെയ്തത് കണ്ടു.
എങ്ങനെ തോന്നിയട പട്ടി നിനക്ക് എന്നോടിങ്ങനെ ചെയ്യാൻ? അലറി കരഞ്ഞുകൊണ്ടവൻ കുതറി മുന്നോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സേതു തിരിഞ്ഞ് ശ്രീധരൻ ചേട്ടനെ നോക്കി. മുൻവശത്തെ തൂണിൽ പിടിച്ച് ഹൃദയം തകർന്നതുപോലെയുള്ള ആ മനുഷ്യന്റെ നിൽപ്പ് അവനെയും വേദനിപ്പിച്ചു. അങ്ങേരുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ചെറിയമ്മയും ചെറിയമ്മാവനും അച്ഛനോടൊപ്പം കയറി വരുന്നത് അവൻ കണ്ടത്. വന്ന പാടെ കരഞ്ഞുകൊണ്ട് ചെറിയമ്മായി അർജുനെ പൊതിരെ തല്ലി. കൂടി നിന്ന ആളുകൾക്കിടയിൽ നിന്നും ഒരു മുറുമുറുപ്പ് ഉയർന്നത് കേട്ട് സേതു നോക്കുമ്പോൾ SI ജോണും പോലീസുകാരും ഗേറ്റ് കടന്നു വരുന്നുണ്ടായിരുന്നു. അയ്യോ ശ്രീധരേട്ടാ! അടുത്ത് നിന്നൊരാൾ ഉറക്കെ വിളിക്കുന്നത് കേട്ട് സേതു തിരിയുമ്പോഴേക്കും നെഞ്ചും പൊത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീധരൻ അവന്റെ കാൽക്കലേക്ക് കുഴഞ്ഞു വീണിരുന്നു. ശ്രീധരൻ ചേട്ടൻ കുഴഞ്ഞു വീഴുന്നത് കണ്ട സുശീല ചേച്ചിയും നവീനും കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടിയെത്തുമ്പോഴേക്കും സേതു അങ്ങേരെ താങ്ങിയെടുത്ത് മടിയിലേക്ക് കിടത്തിയിരുന്നു. കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്ന നക്ഷത്രയെ നവീൻ തള്ളി മാറ്റി. ഇറങ്ങിപ്പോടി, നീ ഒരുത്തി കാരണോ അച്ഛനിപ്പോ വീണത്. വിറക്കുന്ന കൈ എത്തിച്ച് ഷർട്ടിൽ പിടിക്കാൻ ശ്രമിക്കുന്ന ശ്രീധരൻ ചേട്ടനെ സേതു ഒന്നുകൂടെ മടിയിലേക്ക് ഉയർത്തിക്കിടത്തി. എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ടും പുറത്തേക്ക് വരാത്ത വാക്കുകൾ, മറിഞ്ഞു പോകുന്ന കൃഷ്ണമണികൾ. ശ്രീധരൻ ചേട്ടന്റെ അവസ്ഥ കണ്ട് അപകടം മനസ്സിലാക്കിയ സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രദീപേ, വണ്ടി എടുത്തോണ്ട് വാടാ. പ്രദീപ് പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അകത്തേക്ക് കയറി വന്ന SI ജോൺ മുന്നിൽ നടന്ന സംഭവം കണ്ട് പടികൾ ഓടിക്കേറി. എന്തുപറ്റി? ആരാ അയാള്? കൂടി നിന്നിരുന്നവരോടായി അയാൾ ചോദിച്ചു. അവസരം നോക്കി നിന്ന രാമചന്ദ്രൻ മുന്നോട്ട് വന്നു. സാറേ, ഇത് ദേ ഈ നക്ഷത്ര കൊച്ചിന്റെ അച്ഛനാ. ഇവൻ ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനെ ഇവരുടെ വീട്ടിൽ കയറി കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിന്റെ വിഷമം കാരണോ ഇങ്ങനെയിപ്പോ കൊഴിഞ്ഞു വീണേ. തല കുനിച്ചു നിൽക്കുന്ന അർജുനെ SI ജോൺ സൂക്ഷിച്ചൊന്ന് നോക്കി. സാറേ, ആദ്യം ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. സേതു പറഞ്ഞതോടെ SI കൂടെ നിന്നിരുന്ന പോലീസുകാരുടെ നേരെ തിരിഞ്ഞു. എടോ, നിങ്ങൾ ഇയാളെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോ. ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. SI പറഞ്ഞതോടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രീധരൻ ചേട്ടനെ താങ്ങിയെടുത്തു. അങ്ങേരെ അവർ ജീപ്പിലേക്ക് കയറ്റിയപ്പോ കൂട്ടത്തിൽ സുശീല ചേച്ചിയും നവീനും കൂടി കയറി. കരച്ചിലോടെ അത് നോക്കി നിന്ന നക്ഷത്രയെ ചെറിയമ്മായി ചേർത്തു പിടിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ചെറിയമ്മായിയുടെ തോളിലേക്ക് മുഖം ചാരി. അതെ, നിങ്ങൾ ആരെങ്കിലും കൂടെ അവരുടെ കൂടെ ഒന്ന് പോകണം. SI പറഞ്ഞത് കേട്ട് ശങ്കരന്മാരാർ അവരുടെ കൂടെ പോകാൻ തയ്യാറായി പടികൾ ഇറങ്ങി. പോകും മുന്നേ അങ്ങേര് സേതുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ സേതു തലയാട്ടുകയും ചെയ്തു. ശ്രീധരൻ ചേട്ടനെയും കൊണ്ട് പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നു പോയപ്പോ SI ജോൺ വീണ്ടും രാമചന്ദ്രന് നേരെ തിരിഞ്ഞു. ഇനി പറയും, എന്താ സംഭവം? സാറേ, ഈ അർജുൻ ആ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഇവൻ ഈ കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെന്നേ. രാമചന്ദ്രൻ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കി. ആണോടാ? അർജുന് നേർക്കുള്ള SI ജോണിന്റെ ചോദ്യം പരുഷമായിരുന്നു. അവന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങിയ SIയുടെ മുന്നിലേക്ക് സേതു കയറി നിന്നു. അങ്ങനെയല്ല സാറേ, ഇവർ തമ്മിൽ അടുപ്പത്തില്ല. രണ്ടുപേരും പ്രായപൂർത്തിയായവരുമാണ്. താനാരാ? ഞാനിവന്റെ വില്ലിച്ചന്റെ മകനാ, സേതുനാഥന്മാരാർ. ഓ, കേട്ടിട്ടുണ്ട്. SI ജോണിന്റെ മുഖത്ത് വിരിഞ്ഞ പുച്ഛം സേതുവിന്റെ കണ്ണുകൾ കൃത്യമായി പിടിച്ചെടുത്തു. തൽക്കാലം മാരാരങ്ങോട്ട് മാറി നിൽക്ക്. ഇവനോട് ഞാൻ ചോദിച്ചോളാം. സേതുവിന്റെ തോളിൽ ബലമായി പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് SI അർജുന്റെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ ഭയം നിറഞ്ഞ കണ്ണുകൾ സേതുവിനെ തേടിയെത്തി. അപ്പോഴേക്കും കാറുമായി തിരികെ എത്തിയ പ്രദീപും അങ്ങോട്ടേക്ക് കയറി വന്നു. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ കയറിയേ? SIയുടെ ശബ്ദം പതിഞ്ഞിരുന്നെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെ തോന്നിച്ചു അത്. അർജുൻ ഭയന്നു വിറച്ചു നിന്നതേയുള്ളൂ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അർജുന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് SI ജോൺ തന്റെ വലത്തെ കൈ ഉയർത്തി. അത് കണ്ട് ചെറിയമ്മായിയുടെ തോളിൽ നിന്നും മുന്നോട്ട് കുതിച്ച നക്ഷത്ര അർജുനെ വട്ടം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കരഞ്ഞു. അയ്യോ അർജുനേട്ടൊന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞിട്ടാ ഏട്ടൻ വന്നേ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അർജുന്റെ ഷർട്ടിലെ പിടിവിട്ട SI ജോൺ രാമചന്ദ്രനെ ദേഷ്യത്തിലൊന്ന് നോക്കി. അയാൾ തല കുനിച്ചു. സാറേ, ആ കൊച്ചു പറഞ്ഞതാ അതിന്റെ ഒരു സത്യം. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അവരുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളും വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവനൊന്ന് അവളെ കാണാൻ വന്നു, അത്രയേ ഉള്ളു കാര്യം. അത് ഈ രാമചന്ദ്രനും അവന്റെ കൂട്ടരും കൂടി വെറുതെ ഒരു പ്രശ്നമാക്കിയതാണെന്നേ. സത്യത്തില് അതിന്റെ ഒരു വിഷമം കൊണ്ടാ ശ്രീധരൻ കുഴഞ്ഞു വീണത്.
കാശിയപ്പൂപ്പൻ അവസരത്തിനൊത്തു പറഞ്ഞതോടെ കാര്യം മനസ്സിലാക്കിയ പോലെ ചെറിയമ്മായിയും മുന്നോട്ട് ചെന്നു. അതെ സാറേ, കുറച്ച് നാള് കൂടി കഴിഞ്ഞ എന്റെ മരുമോളായിട്ട് വീട്ടിലേക്ക് കയറി വരേണ്ട മോളായത്. അവളെ ഒന്ന് കാണാൻ ഇവൻ വരുന്നത് അത്ര വലിയ തെറ്റാന്നോ? അത്രയും ആയപ്പോഴേക്കും ഭാസ്കരനും ആൻഡോയും അവരുടെ കൂടെയുള്ളവരും കൂടി അതങ്ങ് ഏറ്റുപിടിച്ചു. അവരും കാശിയപ്പൂപ്പനും ചെറിയമ്മായും പറഞ്ഞതാണ് ശരിയെന്ന് ശബ്ദമുയർത്തിയതോടെ SI ജോൺ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായി. സംശയം തീർക്കാനാണെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമില്ല. എന്തു വേണമെന്ന ആലോചനയിൽ അയാൾ അല്പനേരം നിന്നു. വാദി പ്രതിയായി മാറിയതിന്റെ അങ്കലാപ്പോടെ രാമചന്ദ്രനും മോനും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും നിന്ന് പരുങ്ങി. ഈ കൂട്ടത്തിലെ ആർക്കാ വാഹനമുള്ളത്? SIയുടെ ചോദ്യം കേട്ട് പ്രദീപ് മുന്നോട്ട് ചെന്നു. എന്താ സാറേ കാര്യം? ഈ കുട്ടിയുടെ അച്ഛന്റെ പേരെന്താന്നാ പറഞ്ഞത്? ശ്രീധരൻ. സേതുവാണ് അതിന് മറുപടി പറഞ്ഞത്. ആ, ശ്രീധരൻ. നിങ്ങൾ എന്നെ ഒന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ എത്തിക്കണം. അവരയാളെ അങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നത്. അതും പറഞ്ഞിട്ട് അയാൾ അർജുനു നേരെ വീണ്ടും തിരിഞ്ഞു. ഞാൻ ഈ കൊച്ചിന്റെ വീട്ടുകാരോട് കൂടി ഒന്ന് തിരക്കട്ടെ. അവരെങ്ങാനും മറിച്ചാ പറയുന്നെങ്കിൽ പൊന്നു മോനെ, ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എന്തിനാന്ന് മനസ്സിലായല്ലോ. അർജുൻ മറുപടി പറയാതെ തല കുനിച്ചു നിന്നതേയുള്ളൂ. നക്ഷത്ര അവനെ വിടാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് SI ജോണിനെ ഭയത്തോടെ നോക്കി. സേതുവിനെ ഒന്നുകൂടി നോക്കിയിട്ട് SI പടികൾ ഇറങ്ങി. പാടോ. അയാൾ വിളിച്ചത് കേട്ട് പ്രദീപ് അയാൾക്ക് പിന്നാലെ ചെന്നു. പ്രദീപിന്റെ കാർ ഗേറ്റ് കടന്നതും ഭാസ്കരനും കൂട്ടരും അവിടെ കൂടി നിന്നവരും ചേർന്ന് രാമചന്ദ്രനെയും മോനെയും അയാളുടെ കൂടെയുള്ളവരെയും എടുത്തിട്ട് പെരുമാറുമ്പോൾ കാശിയപ്പനും ചെറിയമ്മാവനും കൂടി സേതുവിന്റെ അടുത്തേക്ക് നീങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ച പ്രശ്നമാകുമോ സേതു? ചെറിയമ്മാവന്റെ ഭയം സേതു തിരിച്ചു തള്ളി. ചെറിയമ്മാവൻ പേടിക്കണ്ട, അതിനല്ലേ അച്ഛൻ അവരുടെ കൂടെ പോയത്. നമ്മുടെ SI ജോൺ അവിടെ ചെല്ലുമ്പോഴേക്കും അച്ഛൻ സുശീല ചേച്ചിയോടും നവീനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. തൽക്കാലം ശ്രീധരേട്ടനൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അവരെ സമാധാനിപ്പിച്ചിട്ട് അവൻ അർജുന്റെ അടുത്തേക്ക് ചെന്നു. സേതു അടുത്തേക്ക് വരുന്നത് കണ്ടതും അർജുൻ ഭയത്തോടെ പിന്നോട്ടു മാറാൻ ശ്രമിച്ചു. നക്ഷത്രയും സേതുവിനെ ഭയത്തോടെയാണ് നോക്കിയത്. തന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞ അർജുന്റെ കവിളിലൊന്ന് തലോടിയിട്ട് സേതു വാത്സല്യത്തോടെ ചിരിച്ചു. വേദനിച്ചോടാ? അവൻ ചോദിച്ചു. സാറില്ല സേതുട്ടാ. നിനക്കിതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോടാ കൊച്ചെറുക്ക? അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നേ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഇങ്ങനെ കട്ടു തിന്നേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് മറുപടി പറയാതെ അവൻ തലയും താഴ്ത്തി നിന്നതേയുള്ളൂ. അവന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ നിന്നിരുന്ന നക്ഷത്രയുടെ കണ്ണുകളിൽ അപ്പോഴും പകപ്പും വേദനയും മാറിയിരുന്നില്ല. ചെറിയമ്മായുടെ കൈ അപ്പോഴേക്കും അവന്റെ ചെവിയിൽ പിടുത്തമിട്ടിരുന്നു. ആ, അമ്മ വേദനിക്കുന്നു. അസത്ത്. അവന്റെ തോളിൽ ഒന്ന് തല്ലിയിട്ട് നക്ഷത്രയെ ചേർത്ത് പിടിച്ച ചെറിയമ്മായി അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മോള് വിഷമിക്കണ്ടോ, അച്ഛൻ ഒന്നും വരില്ല. സേതുട്ടാ, നിനക്കൊന്ന് പോയി അന്വേഷിക്കായിരുന്നില്ലേ? ഞാൻ എന്താ പോവുകയാണ് ചെറിയമ്മായി. കാശിയപ്പൂപ്പ വാ, നമുക്കും ഹോസ്പിറ്റലിൽ വരുന്ന് പോയി നോക്കാം. കാശിയപ്പൂപ്പനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയ സേതുവിന് പിന്നാലെ പ്രവീണും പടികളിറങ്ങി. അടികൊണ്ട് വശം കെട്ട രാമചന്ദ്രനും മകനും പുറത്തേക്ക് ഓടിയതും കൂടി നിന്ന നാട്ടുകാരും അവർക്കു പിന്നാലെ പാഞ്ഞു. നക്ഷത്രയെ ചേർത്ത് പിടിച്ച ചെറിയമ്മായുടെ തോളിൽ അർജുനും തൂങ്ങിയപ്പോ ചെറിയമ്മാവൻ ആശ്വാസത്തോടെ ആ വീടിന്റെ വരാന്തയിലേക്കിരുന്നു. നടക്കൽ പറ വിവരം ഭക്തജനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അകലെ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ നിന്നും അപ്പോഴും എന്തൊക്കെയോ അനൗൺസ്മെന്റുകൾ മുറിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നുണ്ടായിരുന്നു. ടെലിഫോൺ റിസീവർ അതിന്റെ ക്രാഡിലേക്ക് വലിച്ചെറിയും പോലെ വെച്ചിട്ട് തിരിഞ്ഞ റിജുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. കാര്യങ്ങൾ അവൻ വിചാരിച്ചതുപോലത്ര പന്തിയല്ലെന്ന് നാരായണമേനോന് മനസ്സിലായി. എന്താടാ, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ? ആ വാരിയടത്തുകാർക്കിട്ടൊരു പണി കൊടുക്കാന്ന് കരുതിയതാ. പക്ഷെ കഷ്ടകാലത്തിന് ആ സമയത്ത് ആ ശ്രീധരന് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങേരുടെ ഭാര്യയും മോനും അയാളെ കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോ നമ്മുടെ SI ജോണിനോട് ആ പെങ്കൊച്ചി കയറി ഭാര്യയെടുത്ത ചെക്കന് ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. ഇല്ല, അവനിപ്പോ ജയിലിലായനെ. എന്നിട്ട് അയാൾക്ക് വല്ലതും പറ്റിയോടാ? അച്ഛന്റെ സ്വരത്തിലെ വേവലാതി ഇഷ്ടപ്പെടാത്തതുപോലെ റിജു മുഖം ചുളിച്ചു. ഇല്ല, രക്ഷപ്പെട്ടു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ റിജു, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കണ്ടെന്ന്. അയാൾക്ക് വല്ലതും സംഭവിച്ചിരുന്നേ ആ ശാപം നമ്മുടെ കുടുംബത്തിലല്ലേ വീഴൂ. ഓ പിന്നെ ഒരു ശാപം, അച്ഛനൊന്ന് പോയേ. അവൻ ആ സേതു പിന്നിലുള്ള ധൈര്യം കൊണ്ടാ പ്രദീപ് നമ്മുടെ ശ്രീമോളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്.
അതിന് അവനോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. റിജു, ഭാര്യയിടത്ത് കാര്യം അത്ര നിസ്സാരക്കാരല്ല. വെറുതെ ആവശ്യമില്ലാത്ത ഏടാകുടങ്ങളിൽ ചെന്ന് ചാടി പ്രശ്നമാകരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. അച്ഛനിതെന്തോന്നാ ആ പഴയ ഡിവൈഎസ്പിയുടെ വീറും വാശിയൊക്കെ അങ്ങ് പോയോ? അതിനുള്ള മറുപടി കൊടുക്കാതെ അയാൾ മീശ തടവി ചിരിച്ചതേയുള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള തർക്കം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ മൈഥിലി കാര്യം മനസ്സിലാവാതെ അവർക്കിടയിൽ നിന്നു. അവളെ കണ്ടതും റിജു ചോദിച്ചു, അമ്മ എന്തേടി? അമ്മ അകത്തുണ്ട്. ഇപ്പോഴും കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. ഏട്ടനൊന്ന് വന്ന് പറയും. കേട്ടടങ്ങാൻ തുടങ്ങിയ ദേഷ്യം വീണ്ടും റിജുവിന്റെ മുഖത്തേക്ക് ഇരച്ചു കയറിയത് കണ്ട് മൈഥിലി ഭയന്നു. അച്ഛൻ കേട്ടല്ലോ, ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അമ്മയാ ഇപ്പോൾ ഈ കിടപ്പ് കിടക്കുന്നേ. വീടില്ല അച്ഛ അവനെ ഞാൻ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നിന്നിട്ട് അവൻ അതുകൂടി കൂട്ടിച്ചേർത്തു. റിജുവിന് പിന്നാലെ മൈഥിലിയും അകത്തേക്ക് പോയപ്പോ ചിന്തകളിൽ മുങ്ങിപ്പോയ മനസ്സുമായി നാരായണമേനോൻ കസേരയിലേക്ക് ചാരിക്കിടന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.